അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഓരോ മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഗ്രഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് സ്വപ്നത്തിൽ കാണുക എന്നുള്ളതായിരിക്കും. നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ ഏതായാലും കാണാൻ കഴിഞ്ഞില്ല. അല്ലാഹു തആല സ്വപ്നത്തിലെങ്കിലും ആ പൂമുഖം ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല കാണിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നാൽ നമ്മളൊക്കെ ആ പൂമുഖം കാണാൻ അർഹരാണോ? നമ്മുടെ ജീവിതം എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ രീതിയിലാണോ നമ്മൾ പോകുന്നുള്ളത്? അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. അവിടുത്തെ അസ്ഹാബുൽ കിറാം, അതുപോലെ തന്നെ താബിഈങ്ങൾ, വലിയ വലിയ പണ്ഡിതന്മാർ, ആലിമീങ്ങൾ ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നവരായിരുന്നു. അത് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു രോമാഞ്ചമാണ്, അല്ലെ? അവിടുത്തെ ഖാദിമായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 9 വർഷം ഖാദിമായിരുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയുണ്ടായി, ഒരു സമയത്ത് സ്വഹാബത്തിനോട്, ഞാൻ എല്ലാ ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണും, അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമെന്ന്. എന്തൊരു ഭാഗ്യമാണല്ലേ! സ്വഹാബത്ത് എന്ന് പറയുന്നത് തന്നെ ഭാഗ്യമാണ്. അവിടുത്തെ വഫാത്തിന് ശേഷവും എല്ലാ ദിവസവും ഞാൻ സ്വപ്നം കാണുമെന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുണ്ടായി. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാൻ വേണ്ടി ഒരുപാട് പണ്ഡിതന്മാർ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അത് എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഏകാന്തതയിലിരുന്നു കൊണ്ട് പല ദിക്റുകളും ചൊല്ലാൻ, അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലാൻ, അല്ലെങ്കിൽ ഖുർആൻ ഓതാൻ, ഉദാഹരണത്തിന് 1000 ഇഖ്ലാസ് ഓതാൻ, ഇങ്ങനെ, അല്ലെങ്കിൽ തവാഫ് ചെയ്യുന്ന മക്കയിൽ പോയിട്ട് മതാഫിൽ ഇരുന്നു കൊണ്ട് ഏകാന്തതയിൽ കൊണ്ട് ചൊല്ലാൻ, ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം ബാജൂരി റളിയല്ലാഹു അൻഹു, ആരാ ഇമാം ബാജൂരി റളിയല്ലാഹു അൻഹു? വലിയ പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവർക്ക് ഹാഷിയത്തുൽ ബാജൂരി എന്ന് പറഞ്ഞിട്ട് ബുർദയുടെ ഒരു ശർഹ് കിതാബുണ്ട്. ആ കിതാബില് ബുർദയുടെ ഓരോ വരിയും ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതില് ഒരു വരി ഏതാ? നഅം സറാതൈഫു മൻ അഹ്വാ ഫഅറഖനി വൽ ഹുബ്ബു യഅതരിളു ലദ്ദാതി ബിൽ അലമി. ഈ ഒരു ബൈത്ത് ഞാൻ ഇതിവിടെ കൊടുക്കാം. ആ ബൈത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഈ ബൈത്തിനെ നമ്മൾ ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരുപാട് ദിക്റുകളും ഓത്തുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചൊല്ലിയതിനു ശേഷം ഈ ബൈത്ത്, ഒരൊറ്റ വരി മാത്രമല്ലേ ഉള്ളൂ, ഈ ബൈത്ത് ഇങ്ങനെ ചൊല്ലുക. ആ ചൊല്ലിയിട്ട് ആ ബൈത്തിലായി അങ്ങനെ ഉറങ്ങിപ്പോവുക. എന്നാൽ ആ ഉറക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുമെന്നാണ്. ആകെ ഒരു വരി മാത്രമല്ലേ ഉള്ളൂ. അത് നമുക്ക് ആർക്കും കഴിയുന്ന കാര്യമാണ്. ബാക്കി ചൊല്ലാനുള്ള, അതുപോലെ തന്നെ ഓതാനുള്ള ഓത്ത്, ദിക്ർ ഒക്കെ കഴിഞ്ഞിട്ട് ഈ ദിക്ർ, ഈ ഒരു ബൈത്ത് ഇങ്ങനെ ചൊല്ലിയിട്ട് ആ ബൈത്തിലായി അങ്ങനെ ഉറങ്ങിപ്പോവുക. ഇനി നമ്മളങ്ങനെ ചൊല്ലിയിട്ട് ഉറങ്ങിയിട്ട് നമ്മൾ സ്വപ്നത്തിൽ കണ്ടില്ലെങ്കിൽ അത് നമ്മുടെ കുറവാണ്. കാരണം നമ്മുടെ ഈമാനിന്റെ കുറവാണ്. ഇനി ഒരു ദിവസം നമ്മൾ കണ്ടില്ല എങ്കിൽ അവിടെ വെച്ച് നിർത്തരുത്. നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ ഇന്ന് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒക്കെ പലതരം ഹറാമുകളാണ്, അല്ലെ? ഒരു ദിവസം നമ്മളൊരു ഹറാമ് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഹറാമ് പറഞ്ഞിട്ടില്ല, ഒരു ഹറാമ് കേട്ടിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? പിന്നെ എങ്ങനെയാണ് നമ്മുടെ കണ്ണുകൊണ്ട് ആ കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടുക? അപ്പോ കഴിയുന്നതും എല്ലാ ഹറാമുകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് അവിടുന്ന് പഠിപ്പിച്ച ദിക്റുകളും സ്വലാത്തുകളും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കും. അതാണ് ഓരോ പണ്ഡിതന്മാരും പല തരത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്നത്. അല്ലാഹു തആല ആ പൂമുഖം കാണാതെ നമ്മെ ആരെയും മരിപ്പിക്കാതിരിക്കട്ടെ. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മദീന സിയാറത്തും മറ്റ് എല്ലാ സിയാറത്തുകളും ചെയ്യാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.